നമസ്കാരം സർ. സർ, ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണയിലെത്തുന്നത്. സത്യത്തിൽ അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടാകാം, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാകാം എന്നുള്ളതാണ്. വലിയ സ്വീകരണമാണ് ബ്രൂണോയിൽ പ്രധാനമന്ത്രിക്കായി അവിടുത്തെ സർക്കാർ ഒരുക്കിയത്. സ്വർണ്ണ സിംഹാസനമൊക്കെ ഒരുക്കി മോദിയെ വരവേറ്റിരിക്കുന്നു. എന്താണ് സാർ ഇതിലിനി നമ്മൾ കാണേണ്ടത്? എന്ത് ലക്ഷ്യത്തോടെ ആയിരിക്കും മോദി ബ്രൂണയിലേക്ക് എത്തിയത്? ചൈനയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചൈനയുടെ അതിർത്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അതിർത്തി പോലാണ്. ഇസ്രായേലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല. അവർക്ക് അതിർത്തി അവരിഷ്ടമുള്ളതാണ് അവരുടെ അതിർത്തി എന്ന് പറയുന്നത് പോലാണ് ഏതാണ്ട് ചൈനയുടെ അതിർത്തി. ഇത് ഞാൻ പറയാൻ കാരണം, അത് ചൈന പോലെ തന്നെ അതിൽ കൂടുതൽ ആൾശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. ചൈനയുടെ അത്രയും ഒരു പവർഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും. എങ്കിൽ പോലും ഇന്ത്യ ഒട്ടും പിന്നിലല്ല, വളരെ മുന്നിലാണ്. മറ്റ് ലോകരാഷ്ട്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ മുന്നിലാണ്. അപ്പം ഇന്ത്യയുടെ അടുത്ത് പോലും ഗുസ്തി പിടിക്കാനായിട്ടുള്ള ഒരുക്കമാണ് ചൈന. അത് പണ്ടേ നമുക്കറിയാം. അപ്പം അത് ചൈനക്കാരുടെ വാദം എന്ന് പറയുന്നത്, ഇപ്പോൾ ചൈനീസ് ഗവൺമെന്റ് അത് പറയുന്നത്, ചൈനീസ് ഗവൺമെന്റ് അല്ല ഈ അതിർത്തിയുടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. ഇപ്പം നമുക്കറിയാവുന്നത് ജമ്മുവിലൊക്കെ ഏതാണ്ട് നല്ല ഒരു പ്രദേശം തന്നെ, അത് എനിക്ക് നേരിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ഒരു 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 ലേക്കിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ നമുക്ക് ശ്വാസം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഓക്സിജൻ സിലിണ്ടറൊക്കെ കൊണ്ടേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ കാണാനായിട്ട് പോയി. ആ തടാകത്തിൻ്റെ അടുത്ത് ഇപ്പം നമുക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ആ തടാകം ഇപ്പോൾ ചൈനയുടെ കയ്യിൽ. അപ്പം ആ രീതിയിലുണ്ട്. എന്നിട്ട് നമ്മുടെ ഗവൺമെൻറ് അത് പറയും, ഒന്നുമില്ല അതിൻ്റെ ഇഷ്ടമില്ലെന്ന് പറയും ഇടയ്ക്കിടയ്ക്ക്. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ അരുണാചല അവകാശം ഉന്നയിച്ചേക്കാണ്. അപ്പം ചൈനക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈനയുടെ പോളിസി ഇപ്പോൾ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെയൊക്കെ അധിനിവേശം എന്ന് പറയുന്നത് ഒരു പുതിയ വാക്കല്ല അവരെ സംബന്ധിച്ചിടത്തോളം. എവിടെ ആയാലും കയറും. ഹോങ്കോങ്ങിൻ്റെ നമുക്കറിയാം. ഇനിയിപ്പോൾ തായ്വാൻ്റെ കാര്യം നമുക്കറിയാം. തായ്വാനൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ കഷ്ടപ്പെടുന്നതാണ് ആ രാജ്യം, കാരണം ഈ ചൈനീസ് പണിയിൽ മൂലം. അപ്പോൾ തായ്വാനിലെ പുതിയ പ്രസിഡൻ്റൊക്കെ വന്നു, നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തതാണ്. അത് അവർക്കെല്ലാം. പിന്നെ ഇപ്പോൾ ഫിലിപ്പൈൻസുമായിട്ട് വളരെ വലിയ ഗുസ്തിയിലാണ് ഇപ്പോൾ ചൈന. അപ്പോൾ ചൈനയ്ക്ക് അയൽ രാജ്യങ്ങൾ ഏത് നോക്കുന്നു അവിടെ എല്ലാം അവരുടെ അധിനിവേശമാണ് കാണുന്നത്. സിംഗപ്പൂര് എന്ന് പറയുന്ന രാജ്യം അവരൊക്കെ ഭീതിയിലാണ്. കാരണം ചൈന സംബന്ധിച്ചിടത്തോളം ഏത് സമയവും കടന്നു കയറാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ചൈനീസ് വംശജര് സിംഗപ്പൂരിലുണ്ട്. ആ ചൈനീസ് വംശജര് ഉള്ളിടത്തോളം കാലം അവിടെ ചൈനക്കാർക്കൊരു ആധിപത്യം ഉണ്ട്. പക്ഷെ അവിടുത്തെ ചൈനീസ് വംശജർക്ക് ചൈനയോട് വലിയ ഒരു അഭിനിവേശമൊന്നുമില്ല. പക്ഷേ ഇത് മുതലെടുത്തുകൊണ്ട് അവിടെ അങ്ങ് ആധിപത്യം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം ചൈന നടത്തും. കാരണം അവർക്ക് എവിടെ ആയാലും കടന്നു കയറണം എന്നുള്ളതേ ഉള്ളൂ. ഹിമാചൽ പ്രദേശിലേക്ക് അവകാശം ഉന്നയിച്ചേക്കാണ്. അവിടെ പല ഭാഗങ്ങൾ, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് അവരുടെ ഇത് വകയാണെന്നാണ് അവർ പറയുന്നത്. ആ രീതിയിൽ അവർ പേരൊക്കെ കിട്ടും. ഓരോ ജില്ലയ്ക്കും ഓരോ പേര്, ചൈനീസ് പേരുകളൊക്കെ കിട്ടു കൊടുക്കും. എന്നിട്ട് അവരുടെ മാപ്പിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പം എങ്ങനെ എത്രയൊക്കെ ഈ ഇന്ത്യയെ പോലും വളരെ ചെയ്യുന്ന ഒരു വിധത്തിലുള്ള ഒരു പെരുമാറ്റം ചൈനയുടെ നിന്നുണ്ട്. അപ്പം ഇതുപോലുള്ള ഒരു അയൽ രാജ്യമാണ് യഥാർത്ഥത്തിൽ ഈ ബ്രൂണ എന്ന് പറയുന്നത്. ഈ ബ്രൂണയിലെ അവിടെ രാജഭരണമാണ്. ബ്രൂണ സുൽത്താനാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് തോന്നിയാൽ അവർക്ക് ചെറിയ സൈനിക ശേഷിയൊക്കെ ഉള്ളൂ. അവിടുത്തെ മിലിറ്ററി എന്നൊക്കെ പറയുന്നതൊന്നും അത്ര വലുതല്ല, ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ വളരെ സമ്പൽ സമൃദ്ധിയുള്ള രാജ്യമാണ്, സമ്പന്നരാണ്. അപ്പം ബ്രൂണ സുൽത്താൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പോലും ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതായത് ഇപ്പോൾ ഇരിക്കാനായിട്ടുള്ള സോഫയൊക്കെ ആയാലും എല്ലാം സ്വർണ്ണത്തിൽ പൊതിഞ്ഞാണ്. കാരണം ഗോൾഡ് എന്ന് പറയുന്ന അത്രത്തോളം ഏറ്റവും കൂടുതൽ ആഡംബര കാറുകളുള്ള ആള് ലോകത്ത് ബ്രൂണ സുൽത്താൻ. അപ്പോൾ അതായത് റോൾസ് തുടങ്ങി എല്ലാ വാഹനങ്ങളും, ഏറ്റവും കൂടിയ വാഹനങ്ങൾ, അതിലൊക്കെ കൂടിയതുണ്ട് വേറെയൊക്കെ. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഏതാണ്ട് എത്രയോ കാറുകൾ എണ്ണം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതാണ്ട് മോർ ദാൻ 150 150 കാറാണ് അദ്ദേഹത്തിനുള്ളത്. അത് ഏറ്റവും മുന്തിയ ഇനം കാറുകൾ.
അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ സന്ദർശനം ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ട് അവിടെ പോവുകയാണ്. നല്ലൊരു നീക്കമാണ്. കാരണം നമ്മുടെ ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം ചൈന ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് ശ്രീലങ്കയുടെ ഒരു വലിയ പോർട്ട്, കൊളംബോ പോർട്ട് എന്ന് പറയുന്നത് ലോകത്തെ തന്നെ എണ്ണം പറഞ്ഞ ഒരു പോർട്ടാണ്. അത് ആ പോർട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ചൈനയുടെ ആണ്. ഇനിയിപ്പോൾ അത് ശ്രീലങ്കയ്ക്കൊന്നും കിട്ടത്തില്ല, കാരണം അതിൻ്റെ കടമൊന്നും അടച്ചു തീർക്കാൻ അവരെ കൊണ്ട് പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ ആ ബ്രൂണോയിലായാലും ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചൈനയുടെ സഹകരണത്തോടുകൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ചൈനീസ് വരും, അതായത് ചൈനീസ് കടന്നുകയറ്റം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. കാരണം അവർ എങ്ങനെയായാലും അവിടെ കൊണ്ടുചെന്ന് ഏതെങ്കിലുമൊക്കെ സ്ഥാപിച്ച് എടുക്കും. മാത്രമല്ല അവരുടെ അവരുടെ ഡിപ്ലോമാറ്റിക് ഏജൻസികളെന്ന് പറയുന്നവരും ആ കാര്യത്തിൽ ഏതാണ്ട് വലിയ കഴിവുണ്ട് ചൈന. കാരണം അതിന് നമ്മുടെ ഇന്ത്യൻ അയൽ രാജ്യങ്ങളൊന്നും ആലോചിച്ച് കൊടുക്കുന്നത്. ബംഗ്ലാദേശിൽ ചൈന പിടിമുറുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവിടെ അട്ടിമറി ഉണ്ടായത്, പട്ടാള അട്ടിമറി ഉണ്ടായി. ഈ അട്ടിമറി യഥാർത്ഥത്തിൽ ഉണ്ടായില്ലെങ്കിൽ പോലും ഷെയ്ഖ് ഹസീന രാജിവെച്ചൊഴിക്കേണ്ട ഗതിയിലുണ്ട്, രാജിവിട്ട് പോകേണ്ടതായിട്ട് വന്നു. ഈ രീതിയിലൊക്കെ ഉള്ളത് വന്നൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ പുറകിൽ ചൈനയുടെ കരങ്ങളുണ്ടെന്നുള്ളത് യഥാർത്ഥത്തിൽ പരസ്യമായ ഒരു രഹസ്യമാണ്. ഇതേപോലെ പാകിസ്ഥാൻ, അപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ അവർ കൈയടക്കുന്നതെന്ന് നോക്കിക്കോണം. പാകിസ്ഥാനുമായിട്ട് നല്ല ഒരു റെപ്പോർട്ടാണ്, വളരെ നല്ല ബന്ധമാണ് പാകിസ്ഥാനുമായിട്ട് ചൈന പുലർത്തുന്നത്. കാരണം അവർ ഇന്ത്യയുടെ ഗുസ്തി പിടിക്കാനായിട്ട് ഒരു രാജ്യത്തെ കൂടെ അവർ കയ്യിലെടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കാം മ്യാൻമാർ, പിന്നെ നേപ്പാൾ. ഇന്ത്യയുമായിട്ട് വളരെ സഹകരണം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഇപ്പം നേപ്പാളൊക്കെ ചൈനീസ് പക്ഷത്തേക്കാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഏതാണ്ട് ഇന്ത്യയുടെ ചുറ്റുമുള്ള ഭാഗങ്ങൾ കൈയടക്കാനായിട്ടുള്ള ഒരു ശ്രമം. അഫ്ഗാനിസ്ഥാനിൽ മാത്രമേ ഉള്ളൂ പണി നടക്കാൻ പറ്റൂ. കാരണം അവിടെ ഒന്നുമില്ല, അവന്മാർക്ക് തോക്കെടുക്കാനല്ലാതെ പറഞ്ഞു പറഞ്ഞില്ല. കുറേ മരുഭൂമിയും അതേ ഉള്ളൂ, ബാക്കി ഇത് മുഴുവൻ നശിച്ചു കഴിഞ്ഞു ആ രാജ്യം. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒഴിച്ച് ബാക്കി മുഴുവൻ രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാൻ ചെറിയ ഒരേ ഇന്ത്യയായിട്ട് അതിർത്തി കൊണ്ടുണ്ടോ, അത് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ഭാഗങ്ങളും ഏതാണ്ട് ചൈന അവരുടെ ഒരു പരിധിയിലാക്കി കഴിഞ്ഞു. ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഇന്ത്യക്കെതിരെ വലിയ ഭീഷണിയാണ് വരുന്നത്. അത് നോക്കുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ നയം, ഇപ്പോഴത്തെ വിദേശ നയം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു നല്ല രീതിയിൽ പോകുന്നു എന്ന് നമുക്ക് കാണാം. അതിൻ്റെ ഒരു തെളിവാണ് ഇതുപോലെ ആസിയാൻ രാജ്യങ്ങളുമായിട്ട്, അതായത് ഈ ബ്രൂണൈ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ബ്രൂണൊക്കെ അതിൽപ്പെടും, സിംഗപ്പൂർ വരും, ഇന്തോനേഷ്യ വരും, അതുപോലുള്ള ഒരുപാട് രാജ്യങ്ങൾ. അതിൽ ഇന്തോനേഷ്യ മാത്രം വെച്ച് വലിയ അത് കാരണം അതിൽ അവിടെ പെട്ടെന്ന് പിടിച്ചു കയറാൻ എളുപ്പമല്ല. ബാക്കി ഇപ്പോൾ ഫിലിപ്പൈൻസിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ ചൈന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ തായ്വാൻ. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടൊരു സഹകരണത്തിന് നമ്മുടെ രാജ്യം ശ്രമിക്കുന്നു എന്നുള്ളത്, പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നു എന്നുള്ളതും, പ്രധാനമന്ത്രിക്ക് അവിടെ അത്രത്തോളം ഊഷ്മളമായ സ്വീകരണം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാണാം. അവിടെ അടുത്ത കിരീടാവകാശി ആണ് നേരിട്ട് എയർപോർട്ടിൽ വിമാനത്താവളത്തിൽ പോയി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. കൊട്ടാരത്തിൽ വളരെ വലിയ വരവേൽപ്പാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ അത് ഇന്ത്യയുമായിട്ട് അവരൊരു സഹകരണത്തിന് തയ്യാറാകുന്നു പല മേഖലകളിലും. കാരണം വളരെ ഓയിൽ റിച്ചാണ് ഈ രാജ്യം ബ്രൂണൈ എന്ന് പറയുന്നത്. ആ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് അവിടെ അത്രത്തോളം ഓയിൽ റിച്ചാണ്. അത് ഏതാണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോക പല രാജ്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ പെട്ടെന്ന്, അതായത് ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒരുപാട് വലിയ ചിലവില്ലാതെ തന്നെ ക്രൂഡ് ഓയിൽ എടുക്കാം അവിടുന്ന്. അപ്പോൾ ആ രീതിയിൽ അവർ സമ്പന്നത എന്ന് പറയുന്ന അവർക്ക് ഉള്ള കാര്യം ഇതാണ്. അപ്പോൾ അവിടെ ആ രാജ്യവുമായിട്ട് നമ്മൾ ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് എപ്പോഴും നല്ലതാണ്, ഒരു സംശയമില്ല. അതേപോലെ തന്നെ ഈ ബഹിരാകാശ മേഖലയിൽ അത് ഇന്ത്യ ഒരുപാട് മുകളിലാണ്. യഥാർത്ഥത്തിൽ ചൈനയെക്കാളും മുകളിലാണ് ഇന്ത്യ ആ കാര്യത്തിൽ, ബഹിരാകാശ മേഖലയിൽ. അത് ആ ഒരു കാര്യം കൂടെ അവർക്കും കൂടെ അത് കൈമാറ്റം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ
ഒരു ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഊഷ്മളമായ ഒരു ബന്ധമായിട്ട് മാറും. അപ്പോൾ അത് രണ്ട് രാജ്യങ്ങൾക്ക് നല്ലതാണ്. നമ്മുടെ കണ്ണെന്ന് പറയുന്നത് ഒരു ചൈനീസ് ആധിപത്യത്തിൽ നിന്ന് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയായിട്ട് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്ന ആരെ മാൽദ്വീപ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏതാണ്ട് ഒരു ഭാഗം പോലെ ആയിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ ഇന്ത്യയായിട്ട് വളരെ വെറുപ്പിലാണ്. അവിടുന്ന് ഇന്ത്യക്കാരെ, ഇന്ത്യൻ പട്ടാളത്തെ എല്ലാം അവരവിടുന്ന് വായിച്ചു. ഇപ്പോൾ ചൈനീസ് ഒരു ആധിപത്യം പോലാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഉള്ളപ്പോൾ ഇനിയുള്ള ഈ ചെറിയ ചെറിയ രാജ്യങ്ങളെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചൈനയ്ക്ക് അതിർത്തിയില്ല, ഇസ്രായേലിനെ പോലെ അതിർത്തി ഇല്ലാതിരിക്കുമ്പോൾ അധിനിവേശം എന്ന് പറയുന്നത് അവർക്കൊരു പ്രശ്നമല്ല. അവരെവിടെ ആയാലും പോയിരിക്കും. അത്രയും വൃത്തിയുടെ അവിടുത്തെ പട്ടാളത്തിനെ കൊണ്ട് അവിടുത്തെ ഭരണാധികാരികൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസം ഒന്നുമില്ല ചൈനയിൽ, അതൊന്നുമില്ല. ഒരു ഏകാധിപത്യ ചൈനയുടെ അധിനിവേശത്തെ തടയാൻ കൂടിയുള്ള ഒരു മുൻകരുതൽ എടുക്കുകയാണോ പ്രധാനമന്ത്രി ഈ യാത്രയിലൂടെ ലക്ഷ്യം വെക്കുന്നത്? സംശയമില്ലാത്ത കാര്യമാണ്. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. കാരണം ഇപ്പോൾ ചൈനീസ് ആധിപത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ജപ്പാനെ പോലും ചൈന ആക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞാൽ ജപ്പാനെ മറ്റേ ഉയർച്ചയുള്ള ഒരു രാജ്യമാണ്, വളരെ റിച്ചാണ് ജപ്പാൻ. പക്ഷെ ജപ്പാനെ പോലും ചൈന കണക്കാക്കുന്നതെന്ന് പറയുന്നത് ചൈനയുടെ കൂടെ പണ്ട് തോറ്റ് അടിയുറം കുറഞ്ഞ രാജ്യം എന്നുള്ളതാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആ രീതിയിലാണ് ചൈന തോൽപ്പിച്ച രാജ്യമാണ് എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ജപ്പാനെ ഒന്നും അംഗീകരിക്കുന്നില്ല അവർ. ആ രീതിയിലാണ് ആ പോക്ക്. അപ്പോൾ അവരുടെ അധിനിവേശം എന്ന് പറയുന്നതിന് കണക്കില്ല. അവർ പറയുന്ന അവരുടെ അധിനിവേശം അവരുടെ അതിർത്തി പങ്കിടുന്ന തരത്തിലല്ല, സമുദ്രം കഴിഞ്ഞുള്ളതും പോക്കുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ദ്വീപ സമൂഹങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഫിലിപ്പൈൻസിനെ എല്ലാം വരുതിയിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, തായ്വാനെ എത്തിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോങ്കോങ്, ആ രാജ്യം അതിപ്പോൾ ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു, അത് ചൈനയായിട്ടങ്ങ് മാറി. ആ രീതിയിൽ അതിന് സ്വയംഭരണമൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും ഇല്ല. അപ്പോൾ ഇതേപോലെ ഉള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ചെറിയ ചെറിയ രാജ്യങ്ങളെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സിംഗപ്പൂരിലായാലും ചെറിയ രാജ്യമാണ് സിംഗപ്പൂർ, സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലുള്ള രാജ്യമാണ്. അവർ വളരെ ഭയപ്പെടുന്നു ചൈനയെ എന്നുള്ളതാണ്. കാരണം ആധിപത്യം ഏത് രീതിയിലും അധിനിവേശം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അതേപോലെ ആയിരിക്കും ബ്രൂണോയുടെയും കാര്യം. അതുകൊണ്ടാണ് ബ്രൂണോ സുൽത്താൻ ഇന്ത്യ 2018 മറ്റോ ആണ് ഇന്ത്യയിൽ വന്നത്. ബ്രൂണോ സുൽത്താൻ ഇന്ത്യയിൽ വന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ബ്രൂണോ സന്ദർശിക്കുന്നത്. നല്ലൊരു കാഴ്ചപ്പാടാണ്. ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ഒരു നല്ല ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് ഏർപ്പെടുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്, നല്ലതുമാണ്. വളരെ നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.